അരിപ്പൊരി, ശർക്കര ഉണ്ട, തേൻ, പാൽ, പഞ്ചർ. കുതിര. ആ, മലയാളം പഠിക്കുന്നുണ്ട്. കുതിരയെ പോയപ്പോ കുതിര. I'm so bad actually. അപ്പം എല്ലാവർക്കും ഫ്രൈഡ് ചിക്കനിൽ നിന്നും ഷുഗർ നിറഞ്ഞ ഡയബറ്റീസ് വരാൻ പറ്റുന്ന കേക്കിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഇതിവിടുത്തെ നമ്മുടെ ബ്രോമാര് വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് മെക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മുടെ ബ്രോ വർക്ക് ചെയ്യുന്ന നല്ല കേക്കാണ് കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ SFC എന്ന് പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ ഇവർ വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന ഒരാൾ പോയി നമ്മുടെ റഫീഖ് ബ്രോ എന്ന് പറയുന്ന ഒരു ബ്രോ, റഫീഖ് അല്ലേ പേര് വന്നായി, ഉമർ ഫാറൂഖ് ബ്രോയും പിന്നെ വേറെ എബി ബ്രോ എന്ന് പറഞ്ഞത്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു നെടുമങ്ങാട് ബ്രോ ഉണ്ട്. ബ്രോ നെടുമങ്ങാട് ബ്രോ ഇങ്ങ വാ, ഒരു ഹായ് പറയൂ. ഇപ്പൊ എന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. കുറെ പേര് ജോലിക്ക് പോയി, കുറെ പേര് കിടന്നുറങ്ങുന്നു. ഇത് നമ്മുടെ നെടുമങ്ങാട് ബ്രോ. പുള്ളി ഇവിടെ ജോലി ചെയ്യുന്നതല്ല കേട്ടോ, പുള്ളി ഒരു ടെമ്പററി ആയിട്ട് വന്നതാണ്. പുള്ളിക്കാരൻ ജർമ്മനിയിലാണ്. ഞാനിത് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. എന്തോ കേട്ടോ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് കുളിക്കാനായിട്ട് കുറച്ച് ഭയങ്കര മൂഡ് കേട്ടോ. എന്തോ ഞാൻ ആക്ച്വലി വെള്ളം ഭയങ്കര പേടിയാണ്. വെള്ളത്തിന്റെ പേടി മാറണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വലിയ രസമൊന്നുമില്ല കേട്ടോ. എനിക്കൊന്നും ചൂടായിട്ട് കഴിക്കാത്തതുകൊണ്ട്, എനിക്ക് ഇന്നലെ രാത്രി വിശന്നുകൊണ്ട് ഞാൻ കഴിച്ചു, പിന്നെ ഇപ്പം കഴിച്ചു. രാവിലെ ഈ മൊരിഞ്ഞ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഷുഗറും ഇതുപോലുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫ് നല്ലതുപോലെ പോകണമെങ്കിൽ ഇതുപോലുള്ള ഷുഗറൊക്കെ കഴിക്കാതിരിക്കുക. സത്യം പറയാലോ, ടേസ്റ്റ് ആണ്, പക്ഷേ നിങ്ങളുടെ ലൈഫ് പോകും കേട്ടോ. ഞാൻ സത്യം പറയാലോ, ഇനി ഞാൻ എന്തെങ്കിലും ഈ ഒരു മാസത്തിനുള്ളിൽ ഡിസിഷൻ എടുക്കും, പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കൂല കേട്ടോ. ഷുഗറൊന്നും കഴിക്കൂല. മുമ്പ് എടുത്തതാണ്. മെക്സിക്കോക്കാരി സേയില്ലേ, അവള് കാരണമാണ് ഞാൻ വീണ്ടും ഷുഗർ കഴിക്കാൻ തുടങ്ങിയത്. കാരണം അവൾ എപ്പോഴും ഷുഗർ കഴിക്കും. മംഗോളിയ പോയപ്പോൾ എൻ്റെ ഡയറ്റെല്ലാം തെറ്റി. പിന്നെ ഇതുപോലെ മൊരിഞ്ഞ ഇത് ഒരിക്കലും കഴിക്കരുത് കേട്ടോ. മൊരിഞ്ഞ എണ്ണയിൽ കിടന്ന് നമ്മുടെ പരിപ്പ് വട, ഉള്ളിവട വെറും അൺഹെൽത്തിയാണ് കേട്ടോ. പുള്ളിയാണ് കേട്ടോ SFCയുടേത്. ബ്രോ പോയിട്ട് വരാം. ഞാൻ നമ്മുടെ ബർബോറയെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബർബോറ ചെക്കിങ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ നമ്മൾ ക്ലബ്ബിൽ പോയായിരുന്നു. ക്ലബ്ബിൽ പോയപ്പോൾ ഇന്ത്യൻ ആയതുകൊണ്ട് കയറ്റിയില്ല കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു 6 പേര് ബീച്ചിൽ പോകാൻ വേണ്ടി ഇരുന്നത്. ലാസ്റ്റ് ആരും വന്നില്ല കേട്ടോ. നമ്മുടെ തായ്വാൻകാരും വന്നില്ല. മോർണിംഗ് ഹൗ ആർ യു? ലെറ്റ്സ് ഗോ. ഈ കാണുന്നത് ഇവിടുത്തെ മെട്രോ ട്രാമാണ് കേട്ടോ. പഴയ ട്രാം സ്റ്റേഷനാണ്. അതായത് നമ്മുടെ മാൾട്ടയിൽ മുമ്പ് ട്രാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മ്യൂസിയം. താങ്ക് യു. പുള്ളിക്കാരൻ പറയുന്നു അകത്ത് പോയി വിസിറ്റ് ചെയ്തോ, അത് മ്യൂസിയം ആണെന്ന്. പാവംപുള്ളി. അപ്പോൾ ഇത് മ്യൂസിയമാണ്. പഴയ ട്രാം സ്റ്റേഷൻ്റെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, ട്രാം അല്ല, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ്. അവിടെ നമ്മുടെ റെയിൽവേയുടെ ഒരു ബോഗിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിവിടെ മ്യൂസിയം ആക്കി വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ട് സംഭവങ്ങൾ, ഇവിടെ പണ്ടുണ്ടായിരുന്ന ട്രാമിൻ്റെ സംഭവങ്ങളൊക്കെ ഇവർ നിർത്തി കേട്ടോ. കാരണം അതിൽ നിന്ന് വലിയ വരുമാനമില്ലായിരുന്നു. ലോക്കോമോട്ടീവ് ഉണ്ടായിരുന്നു, വലിയ വരുമാനമില്ലാത്തതുകൊണ്ട് ഇവർ നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്തു ഒരു കോൺട്രാക്ടർ ഈ സ്റ്റീലില്ലേ, നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലല്ലേ തറയിലൂടെ ഉള്ള ഈ പാളം, ആ സ്റ്റീലൊക്കെ എടുത്തിട്ട് പിന്നെ ഈ കോൺട്രാക്ടർ വിറ്റ് പല ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ബീമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പണ്ടത്തെ ഈ റെയിൽവേയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ മറ്റേ നമ്മുടെ മറിയോടെ വീട്ടിൽ അപ്പുറത്തെ ലോക്കൽ നമ്മുടെ മൾട്ടീസുകാരൻ അപ്പുറത്തെ ഐലൻഡിൽ താമസിക്കുന്ന വീഡിയോ കണ്ട് കാണും. പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അത് പല ആളുകളുടെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് വന്നതാണ്. Do you want to say something? Yes, your language is very beautiful, but I don't understand anything. നമ്മുടെ ലാംഗ്വേജ് വളരെ മനോഹരമാണ്. I will teach you. Okay. It will be very hard. You can try say Sugamano. Means how are you? Sugamano. Are you good? Sugamano. Okay. Answer please. Sugamano. Yeah, you have to answer then. Yes, good. Okay. Perfect.
can I say good in your language? Sugam. Suga. Sugam. Suga. Oh my god, it's hard. Okay, you learn this. Adipoli. 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 Yes, Adipoli means good. Okay. It's a slang word used for everything. Like, suppose I'm asking you, how's the food? You say Adipoli. How's the weather? You say Adipoli. How are you? You say Adipoli. How is that place? Or how was that place, You say Adipoli. If it is good. If it is not good, don't say Adipoli. Okay. Just a slang word for, just a, word for everything, like something good, Okay. So when I have a problem because I don't remember this first word. So Okay, remember this, Adipoli. Adipoli, but the first Sugamano. Sugamano. Yeah, it's okay. You just say Adipoli. When you see another people from my place, I'm in Kerala. Okay. You just say hello, Adipoli. They will be happy. Nice. നമ്മളിവിടെ ബസ് സ്റ്റേഷനിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ മാൾട്ടീസ് പഴയ നമ്മുടെ ലൈം സ്റ്റോൺ വീടുകളും ഇവിടുത്തെ കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രാജ്യം. ഇത് ലാസ്റ്റ് ഈ സൗണ്ട് കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു മൈക്ക് ഉപയോഗിക്കണം കേട്ടോ. മൈക്കുണ്ട്, ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതായത് എനിക്ക് യൂറോപ്പിൽ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു നഗരമാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഒരു കംഫർട്ടബിളായിട്ട് തോന്നി. എനിക്കൊന്ന് കൂടുതൽ ഒരു മൾട്ടി കൾച്ചറൽ ആയതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയതായിരിക്കണം. അപ്പോൾ ഞാൻ ബസ്സിൽ പോട്ടെ. ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്. എൻ്റെ മറ്റൊരു യൂറോപ്പിലെ എനിക്കിഷ്ടമുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമായിട്ടുള്ള കരോളയുടെ നാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്, ഓസ്ട്രേലിയയിലോട്ട്. ഇവിടെ ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. സ്ലിം ആയിട്ടുള്ള കുതിര കേട്ടോ. നമ്മുടെ കുതിരയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു, മംഗോളിയൻ കുതിരകൾ. ഇത് ഭയങ്കര സ്ലിം, പൊക്കം കൂടിയ കുതിര. നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന 44 ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേര് ബിർബ്രിക്കര എന്നാണ് കേട്ടോ. ബിർബ്രിക്കര. ഇവിടെ നമുക്ക് ബസ് സ്റ്റേഷനിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബസ്. ഭൂരിഭാഗം ഡ്രൈവേഴ്സും മലയാളികളാണ് കേട്ടോ ഈ കാണുന്ന ബസ്സിലൊക്കെ. ഓളം ബസ് കാത്തു നിന്നു. ഈ കാണുന്ന ബസ്സൊക്കെ പോകുന്നില്ലേ, നമ്മുടെ ബസ് മാത്രം വരുന്നില്ല കേട്ടോ. I think our destiny is not matching for going to that place. I think Golden Bay is not for us, Yes, I think it's not for us. We need to choose another place. നമ്മൾ ഇനി വേറെ സ്ഥലത്തോട്ട് പോവാണ്. തൽക്കാലം ഇങ്ങോട്ടുള്ള ബസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയിട്ട് നീന്താൻ വേണ്ടി പോവാണ്. 110. താങ്ക് യു. ഇവിടെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ ബാത്റൂം കഴിക്കണമെങ്കിൽ കോഡ് ആക്കണം കേട്ടോ. 0110. ഞാനൊരു പയ്യൻ്റെ അടുത്ത് പോയപ്പം അപ്പം തന്നെ അവൻ എന്നെ കണ്ടോടനെ എനിക്ക് കോഡ് തന്നു കേട്ടോ. അവൻ അറിയായിരുന്നു ഞാൻ വാഷ്റൂമിൻ്റെ കോഡ് ചോദിക്കാനായിരിക്കുന്നു കേട്ടോ. കാരണം പർച്ചേസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ വാഷ്റൂം ഉപയോഗിക്കാനായിട്ട് പറ്റൂ. നമ്മൾ അവസാനം ഗോൾഡൻ ബേ ബീച്ചിൽ പോകാൻ പറ്റിയില്ല, കാരണം ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു. ഇവിടെ ബസ്സുണ്ട് കേട്ടോ, ധാരാളം ബസ്സുണ്ട്. പക്ഷേ ചില സമയത്ത് കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഞാൻ മറ്റേ ഐലൻഡിൽ ഗോസോ ഐലൻഡിൽ പോയപ്പോഴും ബസ്സിന് വേണ്ടി കുറേ നേരം നിൽക്കണം കേട്ടോ. പിന്നെ ബസ് ചില സമയത്ത് ആക്യുറേറ്റ് അല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം. €2.50, അതായത് 260 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 മണിക്കൂർ ഏത് ബസ്സിലാണോ കയറാം. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ ഈ കാണുന്ന ബസ്സിൽ. അവസാനം ബസ്സിൽ കയറി ഇറങ്ങി പുറത്തോട്ട് വന്നു. എല്ലാ ദിവസവും ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് നമ്മുടെ വാലറ്റയുടെ പ്രധാനപ്പെട്ട സെൻട്രൽ ഭാഗം. കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ, അവിടെ ബസ് കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇവിടെ അടുത്തുള്ള ബീച്ചിൽ പോയിട്ട് നീന്താമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് വൈകിട്ട് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഓസ്ട്രേലിയയിലോട്ട് പോവാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള വിയന്ന. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലുള്ള സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ. എനിക്കിതുപോലെ വല്ല കഴിവുണ്ടെങ്കിൽ, പാട്ട് പാടാനോ എന്തെങ്കിലും വയലിനോ എന്തിനെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും സ്ട്രീറ്റിൽ പോയി നിന്നിട്ട് പാട്ട് പാടിയാൽ എൻ്റെ യാത്രയ്ക്കുള്ള പൈസ കിട്ടും. എനിക്ക് യൂട്യൂബും ചെയ്യണ്ട, ഇങ്ങനെ വീഡിയോ കഷ്ടപ്പെടുന്ന മരിച്ചെടുക്കുകയും വേണ്ട. ഇവിടുത്തെ തിരക്ക് കണ്ടോ. ഇത് ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചിലവർ അത് ഓൾറെഡി കണ്ടു കാണും. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാൾട്ടയിലെ ടൂറിസ്റ്റിക് സ്ട്രീറ്റ്. ഈ കാണുന്നതാണ് കേട്ടോ പ്രധാനപ്പെട്ടുള്ള ഒരു
രാവിലെ നമ്മുടെ സ്ട്രീറ്റുകളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ഒരു ബസ്സിലേക്ക് കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വാവ്, ഇവിടെ ഹീല് ധരിച്ച് കയറാൻ പറ്റില്ല എന്നുണ്ട് കേട്ടോ. ഒരു പുള്ളിക്കാരൻ അത് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. ഹീല് ധരിച്ച് കയറാൻ പറ്റും കേട്ടോ. അത് കണ്ടില്ല, ഇവിടെ ഹീല് ധരിച്ച് പള്ളിയിൽ കയറാൻ പറ്റില്ല. ഇത് ഞാൻ സ്ലിപ്പറാണ് കേട്ടോ ഇട്ടുണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ മഡോണ, സെക്കൻഡ് മഡോണ ഫാത്തിമ മഡോണ. ആ കേട്ടോ, നല്ല രസമുണ്ട്. ഈ കാണുന്ന വാലറ്റ്, അതാണ്ട് ഈ കാണുന്ന നഗരം മുഴുവൻ ഇതെല്ലാം നമ്മുടെ കോട്ടയ്ക്കുള്ളിലാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റൊക്കെ നമ്മുടെ കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ പുറത്തുള്ള കാഴ്ചകളാണ്. ആ കാണുന്നത് നമ്മുടെ ഈ മറീന ഭാഗമാണ്. ഇവിടെ സെയിലിംഗ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ കാണുന്നത് ഇതുപോലുള്ള കളർ ബിൽഡിംഗ് ആണ്. പിന്നെ ചില ഇടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക്, അതും സ്പെഷ്യലി ആ ഒരു ഏരിയയിലൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ വേറെ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ്. ഞാനും ബർബോറയും നമ്മൾ റിലീജിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കോൺവെർസേഷൻ അബൌട്ട് ജീസസ്. യെസ്, ലെറ്റ്സ് ഗോ. Me? No, I'm saying let's continue our conversation about Jesus. Okay. What Jesus for you? For me is somebody or something or symbol for sharing love and helping to people. Yes. നമ്മൾ കുറച്ച് റിലീജിയനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുവാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു നാച്ചുറൽ പൂൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കിട്ടി. അവിടെ കാണാത്തതുകൊണ്ട് നമ്മുടെ കുതിര കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പം എൻ്റെ കുതിരയെ ഓർമ്മ വരുവാണ്. കുതിര. How you say കുതിര? Kun. Yes. കുഞ്ഞ്. Yes. കുഞ്ഞ് പോകുന്നു. കുഞ്ഞല്ല കേട്ടോ. ഹലോ കുഞ്ഞ് കേട്ടോ. കുതിരയെ പറയുന്നത് കുഞ്ഞ്. കുതിര. അവള് പറയുന്നത് കുരിതാന്ന്. ഇറ്റ്സ് വെരി ഹാർഡ്. ഇവിടെ റോഡ് പണി നടക്കുവാണല്ലോ എല്ലായിടത്തും. കുതിര. ആ, മലയാളം പഠിക്കുന്നുണ്ട്. കുതിരയെ പോയപ്പോ കുതിര. നമ്മൾ പോകുന്നത് അയ്യോ താഴോട്ടല്ലേ. ആ കാണുന്ന റോഡ് വഴി നമ്മൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് നടക്കുവാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വാളിൻ്റെ അടിയിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അകത്തോട്ട് കയറട്ടേന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഭാര്യ ഇവിടെ കിടന്നുറങ്ങുവാണെന്ന്. കേട്ടോ വീടുകളാണ് കേട്ടോ. ചില ആളുകൾ വീടുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാവ്, കൊള്ളാം കേട്ടോ. നമ്മുടെ ലൈം സ്റ്റോൺ വാളിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടുത്തെ. അയ്യോ, ഒഴുക്കും സംഭവങ്ങളൊക്കെ നോക്കിക്കേ, നല്ല ഒഴുക്കാണ് കേട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മൾ ഇന്ന് കുളിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബ്രോമാരോടെയൊക്കെ വന്ന് നീന്തിയത് അവിടെയാണ് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഒരു പൂളുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ബോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചെറിയൊരു ചാനലാണ് കേട്ടോ. എനിക്കൊന്ന് മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയാണെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മൾ നമ്മുടെ നാച്ചുറൽ പൂളിൻ്റെ അടുത്തോട്ടെത്തി. നമ്മൾ ഐ തിങ്ക് സോ. ഇവിടെ നമ്മൾ ഒരു നാച്ചുറൽ പൂൾ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തോട്ട് വന്നാണ്. ഇവിടെയാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. കമോൺ, ജം. ബർബോറയ്ക്ക് എന്നെ പോലെ കുറച്ച് വെള്ളം പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നീന്തി ഇതിൽ വല്ലതും പോയാൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ, ഇവിടുത്തെ വെള്ളം കണ്ടില്ല. ഇവിടെ ചർവി വീഴാനും ചാൻസ് ഉണ്ട്. വെള്ളം ഇങ്ങനെ അടിച്ച് കയറുവാണ്. In the name of Jesus, in the name of Allah, in the name of everything, let's go. Let's go. Hello. സത്യമായിട്ട് എനിക്ക് പേടിയാവുന്നു.
Wow. Is it deep? Is it deep? I think yes. എൻ്റെ പടച്ചോനെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ഓ വെള്ളം കയറി വരുന്ന നോക്കി. Just see. I think be careful for camera. Allah. Wow. No, it's okay. It's okay, under here. It's okay, see? I can... കുഴപ്പമില്ല കേട്ടോ. Yeah, I'm just standing. അയ്യോ ഞാൻ വിചാരിച്ചു പേടിയില്ലാതെ കേട്ടോ. ഇവൾക്ക് എൻ്റെ അപ്പുറം പേടി കേട്ടോ. കൊള്ളാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇത്ര വെള്ളം പേടിയുള്ള ഒരു യൂറോപ്യക്കാരനെയോ കാര്യനോ കണ്ടിട്ടില്ല. How was the experience? I would we will die, so but very crazy, very beautiful. ഞാൻ ഇവൾക്ക് ഒരു ഇത് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ ക്രോസ് ചെയ്തു, ചാടി ക്രോസ് ചെയ്തു. അവൾ ക്രോസ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബ്രേവായിട്ട്, അതായത് ഒരു യൂറോപ്പായുടെ മുന്നിൽ ഞാൻ നല്ലവരെ നീന്തി ഇതുവരെയൊക്കെ ആയിട്ടും കേട്ടോ. കാരണം യൂറോപ്പുകാർ നല്ലവരെ നീന്തുന്ന ആൾക്കാരാണ്. പക്ഷെ എന്ത് പറ്റിയാന്തോ ചെക്കുകാരി ഇവിടെ നല്ലപോലെ നീന്തില്ല. ഇവിടെ സമാധാനത്തിൽ വന്നിരുന്നാലും ഫുള്ള് വെള്ളം കേട്ടതാ. ഈ ഒരു ഭാഗത്തുള്ള അടിച്ച് കയറുള്ളൂ കേട്ടോ. ഇവിടെ ഉണങ്ങാൻ വേണ്ടി ഇരുന്നത് ഫുള്ള് വെള്ളം വീട്ടുമായി. കാണുന്നത് കണ്ടോ, പണ്ട് കോട്ടമതിലൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഡ്രെയിനേജ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഡ്രെയിനേജ് വരെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഇവിടെ ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെയാ കാണുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ കോട്ടയുടെ ചുവട് പറ്റി നടക്കുവാണ്. ഇങ്ങനെ പയ്യെ 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 ഓരോ സ്ഥലത്തും നല്ല നീല കളർ വെള്ളത്തിൽ അടിപൊളി കേട്ടോ. നമ്മളിവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേറൊരു മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിൽ വന്നു. വി ആർ ജസ്റ്റ് കവേർഡ് പീപ്പിൾ, വി ആർ നോട്ട് ബ്രേവ് ഇനഫ്. അവിടെ അതുകൊണ്ട് ഫുള്ള് നീന്താനായിട്ട് അവർ വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. അവർ ഭയങ്കര ധൈര്യമുണ്ട് കേട്ടോ. അതോ അവിടെ നിന്നിട്ട് ചാടൂ. അവർ കാരണം വെള്ളം വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് അവർ ചാടാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ ചെറിയ ചെറിയ ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വാവ്, ഇത് മറ്റേ ആൾക്കാരെ കൊണ്ടുപോകുന്ന ചെറിയ ബോട്ടാണ് കേട്ടോ. It's from Ireland. Okay. Maheen. What's your name? Emily. I'm Kara. Kera. I'm from Kerala. Oh. Kera. That's also Kara. Okay, nice to meet you. Nice to meet you, I'm Canadian. Kiwi. I'm waiting for you guys to jump. Maybe not, like we'll just... It's a bit. I went to another part, like there was a pool. It was kind of a pool, but this is so beautiful. But that's like very wild. Have you been in yet? Sorry? Have you been in? No, we just came, you know. But this is so beautiful, so we just stopped here. Are you gonna jump? We can film you. I'm so, bad. I'm so bad actually. Yeah. I think you guys do better than me. അവർ പറഞ്ഞു നിന്റെ വീഡിയോ എടുക്കാൻ നീ ചാടിക്കോളായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ അപ്പുറം പേടിയാണ്. Okay, you go this way. Look at this pressure with the camera. No, you will be. Yeah. Okay. You can. അവർ ചാടാൻ വേണ്ടി പോകുന്നു. അവർ മണിക്കൂറായിട്ട് ഇരിക്കുവാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവർ ചാടാൻ വേണ്ടി. ഇതുവരെ കേട്ടോ അവർ ചാടിയില്ല. അവരിതുകൊണ്ട് അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. കണ്ടില്ലേ? അവൾക്ക് വിശക്കുന്നു. അവിടെ നിന്ന് പാവം കഴിക്കുവാണ്. Come on, you guys can. It's easy. Go. Come on. Go with us. Sorry? Go with us. Sorry? Jump in with us. Jump? In at the same time. Me? Yeah. Oh, no way.
Maybe after you. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കണ്ടിട്ട് ഇന്നൊന്നും അവർ നീന്തൂലാന്ന്. ഞാൻ ഇവർ എങ്ങനെയെങ്കിലും ചാടിയാൻ അതിന് പറ്റുമെങ്കിൽ ആ ഒരു പ്രദേശത്തെങ്കിലും ചാടാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം എനിക്ക് വെള്ളത്തിൽ നല്ല പേടിയാണ്. ഇവർ അയർലൻഡിൽ നിന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവര് 5, 4, 3, 2 എണ്ണുന്നുണ്ട്, പക്ഷെ ചാടുന്നില്ല. Wow! Wow! ഫൈനലി അവര് ചാടി. Wow. അവര് ആ കരയിൽ നിന്ന് ഇവിടം വരെ നീന്തി വന്നു കേട്ടോ. എൻ്റെ അമ്മ, യു വാണ്ട് ഹെൽപ്പ്? എൻ്റെ അമ്മ, നമ്മളെ പയ്യന്മാരെത്തിയിട്ടുണ്ട്. ബ്രോ ഹൂയ്, അവരെല്ലാരും വന്നു കേട്ടോ. അവസാനം എനിക്കൊരു കോൺഫിഡൻസും കിട്ടി. എന്നെയും കാട്ടി നല്ലപോലെ നീന്താൻ അറിയാന്നുള്ള ആളുണ്ടെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഇവന് കുറച്ച് നീന്താൻ അറിയാം, അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസ്. മുമ്പ് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുക, പക്ഷെ ഇപ്പോൾ ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ. Grab. Bite me. No, sit for it. ഇവിടെ ഫുള്ള് പാട്ടിട്ട് നമ്മളങ്ങനെ അവസാനം വേറെ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ബൈ, see you sometime in Ireland. I'm from southern part of India, Kerala. Visit Kerala. Okay. You have my Instagram. Yeah. Visit, there is amazing beaches. Okay? We will. See you, bye bye. Enjoy your travels. Yeah. നമ്മള് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വേറെ ബീച്ചിലോട്ട് പോവാണ്. നമ്മുടെ ചൈനീസോ, come on, Mandarin. ചൈനീസ് ഫണ്ണി കേട്ടോ. ഞാൻ നീന്തി ഒരു പരുവായി. നമ്മൾ വീണ്ടും അടുത്ത 3ാമത്തെ ബീച്ചിൽ നീന്താൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ മറ്റുള്ള വേറൊരു ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, കൊടക്കീഴിൽ കിടക്കുന്ന ആൾക്കാർ ഫുള്ള് തിരക്കും തിക്കും. എൻ്റെ അമ്മോ. ബർബോറ, ഡു യു റിമെമ്പർ ദ വേർഡ്? ഹൗ യു സേ നൈസ്? ബർബോറ മറന്നോ? I think അടി അടി അടി. no. It was like something. No, അടിപൊളി. Adipoli. അടിപൊളി. ഇവിടെ തണുത്ത് വിറച്ച് ഞാൻ ലാസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട കേട്ടോ. നമ്മളിന്ന് ബീച്ചാണ്. ഇന്ന് വേറൊരു ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത അങ്ങനെ ബീച്ചിൽ നിന്ന് കഴിഞ്ഞു. ബ്രോ
വെൽക്കം. രാവിലെ 9 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ വൈകിട്ടായി. ഇതിനിടയിൽ എനിക്ക് ഇവിടെ ഉള്ള ഒരു മലയാളി പുള്ളിക്കാരൻ എന്നെ റെസ്റ്റോറൻറ്റിൽ ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അവളെ കൊണ്ടുപോയി കേരള ഫുഡ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഇവരെ കൊണ്ടുപോകില്ലാന്ന് വിചാരിച്ചു. അവൾ ഓൾറെഡി ഇന്നലെ ടേസ്റ്റ് ചെയ്താൽ ഇവനിക്ക് വേറെ എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി വന്നപ്പോൾ മുതലാണ് പുള്ളി പറഞ്ഞു എല്ലാവരെയും കൊണ്ടുപോകാമെന്ന്. പിന്നെ വന്നു. അങ്ങനെ നമ്മൾ ഇവരെ എല്ലാവരെയും കൊണ്ടുപോവാണ്. നമ്മൾ 2 കാറിലായിട്ട് അരിപ്പൊരി ശർക്കര ഇട്ടിട്ടാണ് പോകുന്നത്. അരിപ്പൊരി ശർക്കര ഉണ്ട തേൻ പാൽ പഞ്ചസാര. അരിപ്പൊരി ശർക്കര ഉണ്ട തേൻ പാൽ പഞ്ചസാര. യു ദേർ. അരിപ്പൊരി ശർക്കര ഉണ്ട തേൻ പാൽ പഞ്ചസാര. യു വിത്ത് ഹിം. അരിപ്പൊരി ശർക്കര ഉണ്ട തേൻ പാൽ പഞ്ചസാര. മീ വിത്ത് ഹിം. അരിപ്പൊരി ശർക്കര ഉണ്ട തേൻ പാൽ പഞ്ചസാര. യു വിത്ത് ഹിം. Bye. We going to another place. They going to no. അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മുടെ ചെറുക്കനും നമ്മുടെ ചെറുക്കത്തിയും ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വേറൊരാള് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വിളിച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പുള്ളി വന്നു. പുള്ളി മലപ്പുറം ഞാൻ ബ്രോ എന്തുണ്ട് വിശേഷം? അടിപൊളി അടിപൊളി. അയ്യോ ബ്രോ അടിപൊളി. ഇവിടെ 8 വർഷമായിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഉഷാറായിട്ട് പോകുന്നു. നമ്മളിവിടെ ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പുള്ളി പൈസ ഒരിക്കലും വാങ്ങൂല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവരെയൊന്നും വിളിക്കാത്ത. പുള്ളി വന്നിട്ട് ഇവരെല്ലാവരെയും വിളിച്ചു. പൈസയ്ക്ക് പകരം ഞാൻ ബ്രോന് പ്രൊമോഷൻ ചെയ്തു തരാണ്. ഹാപ്പി അല്ലേ? ചുമ്മാ കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവർക്കും ഒരു ചായ് ചാവ് നമ്മളെത്തി. പുറത്തേക്കൊന്നേ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ വാഴയ്ക്കപ്പം ഇത് പൈനാപ്പിൾ ജ്യൂസ്. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഭക്ഷണം എൻ്റെ അമ്മോ. ഇവിടെ ഫിഷ്, ഇവിടെ മന്തി, ചിക്കൻ മന്തി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ബീഫ് റിബ്, ഫിഷ് ഗ്രില്ല്. How are you feeling? Good. Very good. I'm in India. Yeah. You have to finish this. Her food has to come. It will come soon. Yeah. അവള് വെജിറ്റേറിയൻ ആണ് കേട്ടോ. How do you feel, bro? I am hungry, man. I want to eat Indian food, man. Come on. You happy? Very happy. You excited? No, I think he's like not hungry. He's just no, I don't want, How you feel? Okay. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങാം. താങ്ക് യു കേട്ടോ എല്ലാവർക്കും. അവിടെ കുറേ പേരുണ്ട് കേട്ടോ. കിച്ചണിലൊക്കെ കുറേ പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും വന്നാൽ ഒരു ഹായ് പറയായിരുന്നു ബ്രോ. കിച്ചണിൽ കുറേ മലയാളികളുണ്ട് കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നത് മലയാളികളാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് മലയാളികളാണ്. ഓണർ ആ പുള്ളിക്കാരനോടെയായിരുന്നു. ഞാനും മലയാളിയാണ്. ബ്രോ എന്തുണ്ട്? സുഖമല്ലേ? ബ്രോ കിച്ചണിലാണോ? ഓക്കെ സോറി. അവൻ നമ്മളെ രാവിലത്തെ പ്രിപ്പറേഷനും എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എനിക്കൊന്ന് അവർ കിച്ചണിൽ തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കഴിച്ചു തുടങ്ങാം. അവർ വരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ പരിചയപ്പെടാം. തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പൂവാറുള്ള ചേട്ടൻ. പ്ലീസ്. ഇവിടെ നമ്മുടെ സ്പൈസി ഫിഷ്. കമാൺ. സാധാരണ ഇവർ പൊതുവെ എരി കഴിക്കുന്ന കൂട്ടത്തിലല്ല. ബർബറ. ഇറ്റ്സ് ഓക്കെ. സ്പൈസി ആയി തുടങ്ങി കേട്ടോ ഇപ്പൊ. But it's okay. Tastes very good, but I'm not spicy. രുചിയുണ്ട് പക്ഷെ സ്പൈസി കേട്ടോ പാവം. ഞാൻ ഇവർക്ക് ഇവിടെ സർവ് ചെയ്ത് കൊടുക്കുവാണ്. ഇവരൊക്കെയാണ് കേട്ടോ മറ്റുള്ള മലയാളികൾ. എല്ലാവർക്കും സുഖമല്ലേ? താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ. പുള്ളി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിരുന്നു. പുള്ളി ഞാൻ നേരത്തെ ഓൾറെഡി ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടുക്കിയിലുള്ള ബ്രോയാ. മന്തി വെച്ച് അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിക്കുന്നു കേട്ടോ. ഞാനാണ് ഹാപ്പി കേട്ടോ ഇന്നത്തെ. So good. Yeah. കണ്ടേ പോയി കൈയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അവൻ കൈ വെച്ചിട്ട് കഴിക്കുന്നു. So good. Eat bro. Same like Arabs, This is how Arabs eat, Arabs കഴിക്കുന്ന പോലെ കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. Same like Arab people. No? Arab people also they eat like this. Yeah, exactly. അവനും അറബ് തന്നെയാണ്. മഗ്രിബ് അറബാണ് കേട്ടോ. നല്ലപോലെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കണ്ടില്ലേ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു.
Barbara, how did you like the Kerala food? It's perfect. I'm totally full, but I feel perfect. You ready for India trip? I am ready to go to the bed, to sleep. How did you like the food? I think you need some I more don't food. like it. You don't like it? No. It's okay. No problem. What about you? He's honest. It's good. It's good. I like almost like the spice. Like the side dish is very spicy. Is good. അവൻ എല്ലാ Everything ഭക്ഷണവും is good. Yeah. കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവളും നല്ലപോലെ അവള് വെജ് മഞ്ചൂരിയൻ അത് കഴിച്ചു. You like it, right? Yeah, I like so much. Meili? Mary. No. Beautiful. Tasty. No. Tasty in Chinese. I forgot Mandarin. How shu? So how shu? Yes. Okay. Yeah. Bro, thank you കേട്ടോ. Thank you. വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും വന്നതിൽ നമുക്ക് സന്തോഷം. ബ്രോ സന്തോഷം. ഞാനിനി പോവാണ് കേട്ടോ. ഞാൻ പോയിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് ഓസ്ട്രിയ വിടാൻ വേണ്ടി പോവാം. നമ്മൾ ചായ് ചൗക്കിൽ നിന്ന് വിട പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ ഫിലിപ്പീൻസ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഏഷ്യൻ എന്ന് പറഞ്ഞ് ഫിലിപ്പീൻകാരുടെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഫിലിപ്പീൻസുകാർ മറ്റൊരു വലിയ ഏഷ്യൻ എന്താ പറയുക ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലാണ്. ഹബീബി മാസലാമ ഹബീബി ഹബീബ്തി Happy. See you. ഇത്ര പ്രാവശ്യം നീന്തലൊക്കെ പഠിച്ചിട്ടിരിക്കണം. നീന്താൻ പോകണം. ഓ ബൈ. അയ്യൂബ് സൈഫോൺ ആയിരിക്കും ഉണ്ടാവുക. ഈ കത്തോലിക്കൻ രാജ്യത്തിൽ വന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ അവസാന കത്തോലിക്കൻ പള്ളിയിലോട്ട് വന്നതാണ്. ഇവിടെ പ്രാർത്ഥന അടക്കമാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ മാൾട്ടയിൽ നിന്ന് വിട പറഞ്ഞു പോവാണ്. സത്യം പറയാനോ മാൾട്ട ഞാൻ ഭയങ്കര അറ്റാച്ച്ഡായി. മാൾട്ടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മാൾട്ട. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഫ്ലൈറ്റ് മിസ്സായാലോ എന്ന് ആലോചിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കരയും. അതെ, ഫ്ലൈറ്റ് മിസ്സായ കരയും ഞാൻ. അയ്യോ അത് കുറേ പോകാനുള്ള ഫ്ലൈറ്റ്, അത് ഞാൻ കരഞ്ഞ് തൂകി കേട്ടോ. അയ്യോ, അപ്പോ ഈ ഫ്ലൈറ്റ് ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു സത്യത്തിൽ ഫ്ലൈറ്റ് മിസ്സായാലോ എന്ന് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ വിട്ടു പോകണ്ട, എനിക്ക് ഇനി നീന്താൻ പോകണം, എനിക്ക് ഇനി നല്ലപോലെ നീന്തണം. സത്യം പറയാലോ മാൾട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. മാൾട്ടക്കാരായ മലയാളികളെ ഞാൻ വീണ്ടും വരും കേട്ടാ. വരുന്നത് വരെ സന്ധിക്കാം. ഇവിടെ രാമനും സീതയും വന്നിട്ടുണ്ട്. ഹലോ. ഇനി ഞാൻ നേരെ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ട. കാരണം ഇപ്പൊ മനസ്സിൽ കുറച്ചു വിഷമങ്ങളൊക്കെ ഇമോഷൻസ് ഒക്കെ മനസ്സിൽ വെച്ച് റെഡിയായ ഇനിയിപ്പൊ വേണ്ട. യൂറോപ്പിൽ ഉണ്ടാകുമല്ലോ കുറച്ച് നാള്. ഉണ്ടാവുമായിരിക്കാം തീർച്ചയായിട്ടും. പോകുന്നതിന്റെ മുമ്പ് ഒന്ന് വന്നോ? തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ മാൾട്ട വരാം കേട്ടോ. ഒരു 10 യൂറോയുടെ ഫ്ലൈറ്റ് ഒക്കെ കിട്ടിയാൽ ഞാൻ ഇങ്ങോട്ട് വരും. അല്ല വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് 10 യൂറോന്റെ ഫ്ലൈറ്റ് നോക്കണ്ട. അതല്ല പ്രശ്നം. എന്താ ബാഗ് ഉണ്ട്. ബാഗ് ഓക്കെ. എന്തായാലും ഇവര് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവരുടെ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല, അവസാന ബിരിയാണി കേട്ടോ. എന്നിട്ട് അവര് മനഃപൂർവ്വം പാക്ക് ചെയ്ത് കൊണ്ടുവന്നില്ല കേട്ടോ. അത് നമ്മള് അങ്ങോട്ട് അപ്പോഴേക്ക് ഒരു കൊളാബ് വന്നു. കൊളാബ് ചെയ്യാൻ പോയി. കൊളാവോ തള്ളല്ലേ പാവം കേട്ടോ. ബ്രോ പുള്ളി പറയാ കൊളാവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പാവം പുള്ളി എന്നെ വിളിച്ചപ്പോ ഞാൻ പോയതാണ് കേട്ടോ. എന്നിട്ട് കൊളാബ് വന്നു കേട്ടോ ബ്രോ. അങ്ങനെ അവസാനം ഞാൻ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിന്റെ പേര് മാൾട്ട അന്താരാഷ്ട്ര വിമാനത്താവളം. മാൾട്ടയിലെ ആകെ ഒറ്റൊരു വിമാനത്താവളമാണ് കേട്ടോ. മാത്രമല്ല ധാരാളം ഫ്ലൈറ്റുകൾ പലയിടത്തും ഉണ്ട്. സമ്മറിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. സമ്മറിൽ കുറേ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. യൂറോപ്പിന്റെ പല ഭാഗത്തുനിന്ന് ഈ സമ്മർ ആഘോഷിക്കാൻ വേണ്ടി വരും. വിന്റർ ആകുമ്പോൾ ഈ രാജ്യം അങ്ങ് അടയും, കടകളടയും, തിരക്ക് കുറയും. ശരിയാണ് അതെ. അപ്പോൾ ബ്രോ കണ്ടതിൽ വളരെ സന്തോഷം. 3 വർഷത്തിന് ശേഷം നമ്മൾ മാൾട്ടയിൽ വെച്ച് വീണ്ടും കണ്ടു. അപ്പോ നമ്മൾ നെക്സ്റ്റ് കാണൂലേ? നെക്സ്റ്റ് കാണണം. പോകുന്നതിന്റെ മുമ്പ് പറ്റുകയാണെങ്കിൽ തിരിച്ചും കൊണ്ടുതന്നെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ നാട്ടിൽ പോവാം. ഓക്കെ, അപ്പൊ പാക്കലാം. താങ്ക് യു ഫോർ എവറിത്തിങ് കേട്ടോ. താങ്ക് യു ഒന്നും വേണ്ട. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, അപ്പൊ ഞാൻ വിടുവാണ്. ഇനി ഇനി വിയന്നെ പോണം. അവിടെ തണുപ്പ്, ഇവിടെ ഇങ്ങനെ ഇട്ട് നടക്കുന്നു. അവിടെ പോകുമ്പോ തണുപ്പും. അയ്യോ തണുപ്പ്.
ഓക്കെ, എന്തായാലും ഇന്ന് രാത്രി എവിടെ ഇറങ്ങുമെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. ഞാനൊന്നും ലാസ്റ്റ് ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല, ഫ്രണ്ട്സിനെ ആരെയും കോണ്ടാക്ട് ചെയ്തില്ല, അതുകൊണ്ട് ബസ്സും ബുക്ക് ചെയ്തില്ല. അല്ലെങ്കിൽ കരോളയുടെ വീട്ടിൽ നേരെ പോയി അങ്ങ് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഞാൻ പോവാണ്. ടാറ്റാ, ബൈ. എയർപോർട്ടിൻ്റെ അകത്ത് വന്ന് ഓൾറെഡി ഞാൻ ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ പോലും പോകണ്ട, കാരണം ബാഗേജ് ഒന്നും ഇല്ലല്ലോ. ഡയറക്റ്റ് നേരെ അങ്ങോട്ട് പോയാൽ മതി. അങ്ങോട്ടെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നേരെ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൽ പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് വലിയ പാടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നേരെ ഡിപ്പാർച്ചർ ഗേറ്റ് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ ബോർഡിംഗ് ഗേറ്റിൽ ഈസി ആയിട്ട് പോകാം കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് ഇതിപ്പം വിൻ്റർ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു തിരക്കാണ് കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ സമ്മറിലുള്ള ഇവിടുത്തെ ഒരു തിരക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴേ ഈ ഒരു തിരക്ക്. അപ്പോൾ സമ്മറിലുള്ള തിരക്ക് ഇവിടെ ഫുള്ളായിരിക്കും കേട്ടോ. ഈ എയർപോർട്ട് മുഴുവൻ മറ്റേ ചാകര പോലെയാണ് ആൾക്കാർ കേട്ടോ. നമ്മുടെ വിയന്നയിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ആ കാണുന്നതാണ് കേട്ടോ, നമ്മുടെ റയാൻ എയർ. ഇവിടെ ഓൾറെഡി ആളുകൾ കയറി തിരക്കാണല്ലോ. ഫൈനലി നമ്മുടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാഗ് മറ്റേ ചെക്ക് ചെയ്യൂലേ, വെയിറ്റ് ചെക്ക് ചെയ്യും, സൈസ് ചെക്ക് ചെയ്യൂലേ, അത് ചെക്ക് ചെയ്യുന്ന ഒരു മലയാളി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പുറകെയുള്ള അവന് 40 യൂറോ നഷ്ടമായി. ഇതുപോലത്തെ ഇതിലിട്ടിട്ട് ആ ഒരു ചേച്ചി മലയാളി ചേച്ചിയാണ് കേട്ടോ. എന്തായാലും ജാക്കറ്റ് ഇടണം, കാരണം ഞാൻ പോകുന്നത് ഓസ്ട്രേലിയയിലോട്ടാണ്. ഓസ്ട്രേലിയ തണുപ്പാണ്. ഇവിടെ വിൻ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തണുപ്പ് നമുക്ക് ഇവിടെ നിന്ന് പുറത്തിട്ട് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലെ വിയന്ന എയർപോർട്ടിൽ നിന്ന് കാണാം. എന്നിട്ട് രാത്രി ഞാൻ എവിടെ കിടക്കുമെന്നൊക്കെ ഞാൻ ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ മിക്കവാറും എയർപോർട്ടിലായിരിക്കും കിടക്കുന്നത്, വേറെ ഒരു ഐഡിയ ഇല്ല. നമ്മുടെ റയാൻ എയർ എവിടെയാണ്? ഇവിടെ ഒരു റയാൻ എയർ അടപ്പുണ്ട്. ആ റയാൻ എയർ തന്നെ എന്തോ അറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് ബ്രോ, വാട്ട്സ് യുവർ നെയിം? മൈൽ. നൈസ് ടു മീറ്റ് യു ബ്രോ. ഇതാണ് കേട്ടോ നമ്മുടെ മലയാളി ചേച്ചി. 40 യൂറോ പണിയെടുത്തത്. എൻജോയ് യുവർ ട്രാവൽ ബ്രോ. ഈ കാണുന്ന വിമാനത്തിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഒരു സന്തോഷവും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ പറക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഓൾറെഡി എൻ്റെ ഫീലിങ്സ് എല്ലാം മാറ്റി വെച്ചു. 21 മിഡിലാണ് കേട്ടോ. നല്ലതുപോലെ ഉറങ്ങി. ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. 2-2.5 മണിക്കൂറിനുള്ളിൽ എത്തി കേട്ടോ. ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ്. ഞാനിതൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് കേട്ടോ. ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ്. ഇനി എന്തായാലും എൻ്റെ ജാക്കറ്റ് ഇടണം. എനിക്കിനി ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും കേട്ടോ. ഇവിടെ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്.